ഗ്ലോബൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ചിക്കൻ കോഫ്ത തയ്യാറാക്കിയാലോ. ഇത് ചിക്കൻ്റെ ബ്രസ്റ്റാണ്. ഏകദേശം ഒരു 1/2 കിലോ ഉണ്ട്. ഇത് നമുക്കിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. ബ്രസ്റ്റ് വാങ്ങിക്കാൻ കിട്ടിയില്ലെങ്കിൽ ബോൺലെസ് ആയിട്ട് എടുക്കാൻ പറ്റും. നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഇങ്ങനെ എടുത്തിട്ട് കുനുകുനാന്ന് കട്ട് ചെയ്യണം. ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. നമ്മൾ 1 കിലോ ചിക്കൻ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയതാണെങ്കിൽ 3, ചെറുതാണെങ്കിൽ ഒരു 4 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കുനുകുനാന്ന് അരിഞ്ഞത്. അതുപോലെ ഒരു 3 വെളുത്തുള്ളി ചതച്ചത്. ഇത് നല്ലോണം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ചുമന്ന് വരുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ നമ്മുടെ സാധാരണ ജീരകത്തിൻ്റെ, പെരുംജീരകമല്ല നോർമൽ ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നു. 2 ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നു. 1 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നു. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഓഫ് ചെയ്യാം. നമ്മൾ ചിക്കൻ എന്നാൽ അരിഞ്ഞു വെച്ചേക്കുന്ന അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന അല്ലെങ്കിൽ വഴറ്റി വെച്ചേക്കുന്ന ഉള്ളി, കുരുമുളകും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ചേർക്കാം. അതിലോട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കാം. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു. മല്ലിയിലയും പുതിനയിലയോടാണിത് അരിഞ്ഞത് ചേർക്കുന്നത്. അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നു. എന്നിട്ട് ഇത് നല്ല വൃത്തിക്ക് അങ്ങോട്ട് കുഴച്ച് യോജിപ്പിക്കുക. കൈയും കൊണ്ടാണെങ്കിൽ നല്ലത്. നല്ലോണം അങ്ങോട്ട് മിക്സ് ആവണം. എല്ലാം നല്ലോണം യോജിക്കണം. നല്ല വൃത്തിക്ക് യോജിച്ച് ഇതൊരു സെറ്റാക്കി എടുക്കാം നമുക്ക്. അല്ല, ഇതുപോലെ നല്ല വൃത്തിക്ക് കുഴച്ച് എടുക്കുക. ഇത് സെറ്റായിട്ടുണ്ടോ? നമുക്കൊരു 10 മിനിറ്റ് ഇത് ഫ്രിഡ്ജിലൊന്ന് വെക്കാം, അതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതുപോലത്തെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലത്തെ അടപ്പെടുക്കുക. നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ട് ചെയ്യാം. അല്ലെങ്കിൽ ഉരുട്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പതിക്കാലും മതി. നമുക്കത് ഷേപ്പ് വേണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ട. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഉരുട്ടിയിട്ട് ശേഷം ഒന്ന് വടയൊക്കെ ചുടുന്ന പോലെ പരത്തിയാൽ മതി. ഒന്ന് എണ്ണമയൊക്കെ പുരട്ടി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വീഴും. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒലിവ് ഓയിലിന് എടുക്കാം. ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തുകൊണ്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇട്ടിട്ടുണ്ട് ഒരു സൈഡിലേക്ക്. കരിയാതെ നോക്കിയാൽ മതി. ചിക്കൻ കോഫ്ത റെഡി ആയിട്ടുണ്ട്. മയോണീസോ അല്ലെങ്കിൽ ഹമൂസോ കൂടെ നമുക്ക് ചപ്പാത്തിയോ റൊട്ടിയോ അല്ലെങ്കിൽ കുബൂസോ ചേർത്ത് വളരെ അടിപൊളി ഒരു ഡിഷാണ്. ട്രൈ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലോബൽ കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാനും. ഇത്തരം വീഡിയോ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.